നമ്മുടെ ടോപ്പ് സിംഗറിന്റെ പുതിയൊരു എപ്പിസോഡ് ദേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരുപാട് പുതിയ പാട്ടുകളും പുതിയ റൗണ്ട്സും ഒക്കെ ആയിട്ട് എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മൾ ഇന്നും റെഡി ആയിട്ട് എത്തിയിരിക്കുകയാണ്. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പൊ നേരിട്ട് ഇവിടുത്തെ ടോപ്പ് സിംഗറിലെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ, ഇവിടുത്തെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു QR കോഡ് സിസ്റ്റം വഴി പറ്റുന്നുണ്ട്. അതൊക്കെ എല്ലാരെയും ഒത്തിരി ഹാപ്പി ആക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ പെർഫോമൻസിന്റെ സമയത്ത് ത്രൂ ഔട്ട് അവിടെ ഒരു QR കോഡ് ഉണ്ടാവും. സ്ക്രീനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. ഇന്നതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരെ വെൽക്കം ചെയ്തതിന് ശേഷം നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം ഉണ്ണി അങ്കിൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മഴപ്പാട്ട് റൗണ്ടിൽ പാടി മഴ പെയ്യിച്ച ഒരാളാണ്, ഒരു പെരുമഴ ആക്കിയ ഒരാളാണ് വരുന്നത്. ദുർഗക്കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ദുർഗക്കുട്ടി ഓൺ സ്റ്റേജ് മെലഡി റൗണ്ടില്. ദുർഗു എപ്പോഴും സ്ലോ മോഷനിലാണ് വരാറ്. അതെ, നല്ല രസമുണ്ട് ദുർഗു. അയ്യോ, അത് ബ്ലാക്ക് അല്ല അല്ലേ? ബ്ലൂ, നേവി ബ്ലൂ. ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. നല്ല രസമുണ്ട് അടുത്തുനിന്ന് കാണാൻ. നല്ല ഭംഗിയുണ്ട്. അല്ല, ദൂരെ നിന്ന് കാണാൻ നന്നായിരിക്കുന്നു. അടുത്തുനിന്ന് കുറച്ചുകൂടെ ഭംഗിയുണ്ട്. എന്ത് പറഞ്ഞാലും അങ്ങ് വഴക്കുണ്ടാക്കിക്കോണം കേട്ടോ. പിന്നെ ഈ ഹെയർ സ്റ്റൈലിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ശരിക്കും നോക്കിയേ. അതാണ് ഒരു വാല്. എന്ത് അതാരാ വെട്ടിയാ ചോദിക്കേ? ഒറ്റയ്ക്ക് വെട്ടിയതാണോ ആ മുടി? ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് മുടി വെട്ടി വന്ന ആളാണ് ദുർഗ. സാരില്ല, എല്ലാവർക്കും ആ ഒരു സ്റ്റേജ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. എന്താ അങ്ങനെ? സാറില്ല, ഒരു കയ്യബദ്ധം ആർക്കും. അതെ, ഇഷ്ടപ്പെട്ടോ സ്വന്തം? കുഴപ്പമില്ല. കഴിഞ്ഞപ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നിയോ? ഏത് പാട്ടാണ് എടുത്തോണ്ട് വന്നിരിക്കുന്നത്? തുമ്പി നിൻമോഹം പൂവണിഞ്ഞോ ആണോ? പാട്ട് എടുത്തോണ്ട് വന്നതാണ്? പാട്ട് പാടാൻ പോകുന്നത്. ആ, പാടാം. ബാക്കി ഡീറ്റെയിൽസ്. ലിറിക്സ് PK ഗോപി സാർ, മ്യൂസിക് കീരവാണി സാർ, പാടിയത് ചിത്രാമ്മ, മൂവി നീലഗിരി, ഇയർ 1991. കീരവാണി സാർ പാടുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ല. യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും പല പാട്ടുകൾ. ഈ ഇടയ്ക്ക് ശ്രുതിയിൽ നിന്നുയരും എന്നുള്ള പാട്ട് അദ്ദേഹം പാടിയത് ഞാൻ കേട്ടിരുന്നു. പണ്ടും ചിത്രചേച്ചിയുടെ നിന്ന് അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ ചിത്രചേച്ചി റെക്കോർഡ് ചെയ്യുന്ന ചില ട്രാക്കുകളുണ്ട്. അതിൽ അദ്ദേഹം തന്നെയാണ് ട്രാക്ക് പാടുക. അപ്പൊ അത് കേട്ടിട്ടുണ്ട്. അത് കേൾക്കുന്നത് അസാധ്യമായിട്ടാണ് അദ്ദേഹം പാടുന്നത്. ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. അപ്പൊ ഈ ഈണം തന്നെ വളരെ സ്വീറ്റാണ്. സ്വീറ്റ് ആയിട്ടാണ് ഇത് പാടേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിൽ ഈ പാട്ടിന്റെ ഒരു കോമ്പസിഷൻ വരുമ്പോൾ വളരെ സ്വീറ്റ് ആയിട്ട് പാടണം. കുറച്ചുനേരം തുളുമ്പട്ടെ. ദുർഗക്കുട്ടിയുടെ വോയിസ് ക്യൂട്ട് വോയിസ് അല്ലേ? അപ്പൊ ദുർഗു എന്തോ അടിച്ചു പൊളിച്ചു പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൂവണിഞ്ഞോ
താങ്ക് യു. ദുർഗു, എന്തോ ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. കുറച്ചേരം ഇങ്ങനെ മൗനത്തിലിരിക്കാൻ തോന്നി. എന്താ വെച്ചാൽ അത് ലിങ്കർ ചെയ്യുന്നുണ്ട്. ആ ലിങ്കർ ചെയ്യുന്നതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ദുർഗുവിന്റെ ശബ്ദമാണ്. താങ്ക് യു. ഈ പാട്ട് ദുർഗുവിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെ എനിക്ക് തോന്നി. താങ്ക് യു സാർ. എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറയുന്ന പോലെ ഈ പാട്ട്. ഈ പാട്ട് ദുർഗുവിന്റെ വോയിസ് വന്നപ്പോൾ അത് ജെല്ലി ചെയ്ത രീതി എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ഞാൻ ആദ്യം ഈ പാട്ട് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കരുതി ദുർഗു പാടുമ്പോൾ എങ്ങനെ ഉണ്ടാവും, നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ടല്ലോ. പക്ഷെ അതിന്റെ അപ്പുറമാണ്. താങ്ക് യു സാർ. അതിന്റെ ബൗണ്ടറീസ് ഒക്കെ കടന്ന് വേറെ ആകാശങ്ങളിലേക്ക് ഈ പാട്ട് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനൊരു നിറഞ്ഞ കൈയടി നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡൈനാമിക്സ് കുറച്ചും കൂടെ വർക്കൗട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഇത് കുറച്ചും കൂടെ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെ തന്നെയാണ് ആദ്യം ഇംപ്രസ് ചെയ്യേണ്ടത്. നമ്മൾ തന്നെയാണല്ലോ നമ്മുടെ ഫസ്റ്റ് ലിസണർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ആദ്യം ഇംപ്രസ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ എന്നുള്ള സത്യമുണ്ട്. അപ്പൊ അത് മാക്സിമം ദുർഗു അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് വെരി ഗുഡ്. ദൂരെ പൊന്മുകിൽ, പിന്നെ ഏതോ തെന്നലിൽ, ഈ 2 വരികളിലും കറക്റ്റ് ഓൺ ദ ഡോട്ട് പിച്ചുമായിരുന്നു. അതിന്റെ എക്സ്പ്രഷൻസും കറക്റ്റായിട്ട് വരികയും ചെയ്തു കേട്ടോ. പിന്നെ ചില വരികളിലൂടെ പോകുമ്പോഴത്തേക്കും അതിന്റെ ശ്രുതി ശുദ്ധത എന്ന് പറയുന്നത് കുറച്ച് ഒരു മൈനറായിട്ട് അവിടെ ഇവിടെ 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 പോയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും എനിക്ക് ഫീൽ ചെയ്ത ലലല പാടിയില്ലേ ഇടയ്ക്ക് ഹമ്മിങ്, അതൊന്ന് കൃത്യമായിട്ട് പാടാമോ? അതില് ആ കോഡ് പ്രോഗ്രഷൻ അനുസരിച്ച് കൃത്യമായിട്ടുള്ള നോട്ട്സ് കിട്ടിയില്ലെങ്കിൽ അത് സുഖകരമല്ല. അല്ലേ? അതല്ലേ? ഒന്നുകൂടെ കറക്റ്റ് കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റുന്ന 100% വിശ്വസിച്ചുകൊണ്ട് പാട്. അയ്യോ, എന്റെ വിശ്വാസം പോയി. സാരമില്ല, എന്റെ ഇടയ്ക്ക് പാടിയത് കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഒരു ചാൻസ് ഇല്ല രണ്ടാമത് നമുക്ക് റിവൈൻഡ് ചെയ്ത് പിന്നെയും അത് വെട്ടി കറക്റ്റ് ചെയ്ത്. ലൈവ് പെർഫോമൻസിൽ അങ്ങനെയല്ലേ, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റൂല അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ പാടുന്നതൊക്കെ ആ ഒരു ഇത്രയും മൊമെന്റ്സിലുള്ള പാട്ടല്ലേ, ഒരു മൈറ്റ് ബി ഒരു 4 മിനിറ്റ്സിലുള്ള പാട്ടാണ്. ആ പാട്ടിൽ നമുക്ക് എവിടെയും ഒരു പെർഫെക്ഷന് ഒരു വക കൊടുക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയധികം നമുക്ക് കോൺസെൻട്രേഷൻ അതിനകത്ത് വേണം. പക്ഷെ നമ്മളെ തന്നെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റുവരാനുള്ള ചാൻസ് കൂടുതലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു മിഡ് ലൈൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ റെൻഡിഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ദുർഗുവിന്റെ വോയിസും ഈ പാട്ടും തമ്മിൽ കല്യാണം കഴിച്ച പോലെ ഇങ്ങനെ ഇരുന്നതാണ്. ബ്ലെൻഡ്. ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, വെരി വെരി ബ്യൂട്ടിഫുൾ, വളരെ സൗന്ദര്യമാർന്ന. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ബിഗിനിങ് തന്നെ കുറച്ചുകൂടെ സോഫ്റ്റർ ആണെങ്കിൽ നന്നാണ്. കാരണം ദേവമല്ലിക വരുമ്പോഴാണ് വിരിയേണ്ടത്. ദേവമല്ലിക വരെ പാട്ട് വിരിയുന്നില്ല, പാട്ട് പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ തുമ്പി നിൻമോഹം താരരാരര തീരാ താരാ താരരാരര ഇങ്ങനെ വന്നിട്ട് പിന്നെ ദേവമല്ലിക കുറച്ചുകൂടെ ഹൈറ്റിൽ വരുമ്പോൾ ഡൈനാമിക്സ് വർക്കാണ്. അങ്ങനെ പഠിക്കേ. തുമ്പി നിൻമോഹം പൂവണിഞ്ഞുവോ ചുണ്ടിൽ രാഗം തേൻ പകർന്നുവോ. ഇനി പാട്ട് വരികട്ടെ. ദേവമല്ലിക വിരിയും ദിനം വരൂ വരൂ. അങ്ങനെ അപ്പൊ പാട്ടും വരും, പാട്ട് നമ്മുടെ കൂടെ വരും. അതാണ് അപ്പൊ ആ ഡൈനാമിക്സ് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ ദുർഗു, എന്തോ എന്ത് ഭംഗിയുള്ള ശബ്ദമാ ദുർഗുവിന്റെ. താങ്ക് യു. അതും ഈ പാട്ടിന്റെ കൂടെ ദുർഗയുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ഫ്ലേവർ, പ്രത്യേക ഒരു ഭംഗി, ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു ആ പാട്ടിൽ കേട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി.
തോന്നി കുറച്ചും കൂടെ ഒന്ന് ആ ഒരു ഋത്തം ഉണ്ടല്ലോ നമ്മുടെ ടോപ്പ് ബാൻഡിന്റെ കൂടെ പോകുന്ന ആ ഒരു ഋത്തം, ആ ഋത്തം കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നു എന്ന് തോന്നി. ഇടയ്ക്ക് അവരെയൊക്കെ നോക്കായിരുന്നു, അവരുമായിട്ട് എന്താ പറയാ ഒന്ന് ആ ബ്ലെൻഡ് ഇല്ലേ, ആ ബാൻഡിന്റെ കൂടെ പ്ലേ ചെയ്യുന്നതിന്റെ ആ ഒരു പാടുന്നതിന്റെ ആ ഒരു ബ്ലെൻഡ് കുറച്ച് കുറവായിരുന്നു എന്ന് തോന്നി. അതാണ് എനിക്ക് ഇന്ന് മെയിൻ ആയിട്ട് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി ആ അനുപല്ലവിക്ക് തൊട്ട് മുന്നേ ഒരു പാടിയില്ല ആ പോർഷൻ, അവിടെയാണ് മെയിൻ ആയിട്ട് തോന്നിയത് കേട്ടോ. പക്ഷെ എനിക്ക് ഈ എബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത സ്ഥലങ്ങളില്ലേ, വരൂ, അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് എല്ലാ ഭാഗത്തും ആ എബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത ആ പോർഷൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ അതേസമയം വരികളുടെ അവസാനം എന്തെങ്കിലും എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ ചെറിയ വെറ, നമ്മുടെ പഴയ വെറ അവിടെ പിന്നെയും വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ദുർഗുവിന്റെ എന്താ പറയാ, കഴിഞ്ഞ പെർഫോമൻസിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ ചെറിയ അംശങ്ങൾ ഇങ്ങനെ ബാക്കി ഇരിപ്പുണ്ട്, ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട് അവിടെയൊക്കെ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ ദുർഗു നേരെ ഗ്രാഫ് ഇങ്ങനെ പോവും ദുർഗുവിന്റെ കേട്ടോ. ഒരു ഒറ്റ പോക്കായിരിക്കും ദുർഗു. അപ്പൊ ആ വെറ മാറ്റാനുള്ള എക്സസൈസ് ഒക്കെ ചെയ്യണ്ടോ? ഇപ്പൊ ചെയ്യാറുണ്ട്. എന്തൊക്കെയാ ചെയ്യണേ? ഒരെണ്ണം ഇങ്ങനെ ചെയ്യും. ആ പിന്നെ എന്താ ടെൻഷൻ മാറാനുള്ള എക്സർസൈസ്. ടെൻഷൻ മാറാനുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ടോ? അതെന്താ അത്? എന്താ ഇങ്ങനെ കണ്ണടക്കുന്നത് 20 പ്രാവശ്യം. കണ്ണടച്ചാല് ടെൻഷൻ പോവോ? അപ്പം ഫുള്ള് മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അതെന്ത് ട്രിക്ക്? അത് എനിക്കത് അറിയില്ലല്ലോ. ഞാൻ ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബോക്സ് ബ്രീത്തിങ്, അത് ഇത് സർക്കിൾ ബ്രീത്തിങ്. 20 പ്രാവശ്യം കണ്ണടച്ച് 1 2 3 4 5 6 7 8 9 ഭയങ്കരമായിട്ട് റിലാക്സ്. ആ ശരിക്കും എങ്ങനെ ചെയ്യണത് ദുർഗു? അങ്ങനെ തന്നെയാണോ? നമ്മൾ കറക്റ്റ് ആണോ ഇപ്പൊ ചെയ്തത്? ആര് പറഞ്ഞു തന്നത്? പിന്നെ എന്താണ് അടുത്ത്? പിന്നെ ഇത് 20 പ്രാവശ്യം. 20 പ്രാവശ്യം. അതൊന്ന് ഫേസ് യോഗയാണോ? അല്ല, ടെൻഷൻ മാറാനുള്ളതാ. ആര് പറഞ്ഞു തന്നത്? ഇതുകൊണ്ട് ടെൻഷൻ മാറോ? എനിക്ക് മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ആണോ? അപ്പൊ കുറച്ച് വെള്ളം എടുത്ത് കുഴിഞ്ഞാൽ മതി, അപ്പൊ ടെൻഷൻ മാറും. ആണോ? പിന്നെ എന്തൊക്കെയാണല്ലേ? വേറെ എന്തൊക്കെയാണ്? പിന്നെ നാവിനെ കൊണ്ട് എങ്ങനെയൊക്കെ. ഓക്കെ, അതും 20 പ്രാവശ്യം. നമ്മുടെ വായിൽ ഇത്രയും പല്ലുകൾ കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി സെർച്ച് ചെയ്യണം. ഒരു സൈഡ് 10 പ്രാവശ്യം. ഓക്കെ, പിന്നെ അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ അത് ചെയ്യുന്നില്ലേ? അതല്ല, ഒന്നും കഴിക്കാതെ തന്നെ ഒന്നും കഴിക്കാതെ അങ്ങനെ ആക്കണം. പിന്നെന്താണ്? ജോസിന്റെ എക്സസൈസ്, നാവിന്റെ എക്സ്റ്റൻഷൻ. ഓക്കെ. അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പൊ ഇത് വോക്കൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പരിപാടി ഇപ്പോഴാണ് മനസ്സിലായത്. അത് ടെൻഷൻ മാറാൻ തന്നെ ഉള്ളതാണോ എന്നൊന്ന് കറക്റ്റ് ചെയ്യാം. ശരിക്കും ത്രോട്ടിന്റെ എനിക്ക് തോന്നുന്നു വോക്കൽ ടെൻഷൻ, മസിൽ ടെൻഷൻ മാറാനായിരിക്കും. ഇതല്ല കേട്ടോ. എന്തായാലും ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു എന്താ പറയാ, ഒരു വെപ്രാള് അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്തായാലും കേട്ടോ. എന്തായാലും വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, മിടുക്കിയായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. ദുർഗക്കുട്ടി, എന്തോ ദുർഗക്കുട്ടിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ള വോയിസ് ആണ്. വെരി അട്രാക്റ്റീവ് വോയിസ്, ഒരു ഡിസ്റ്റിങ്ക്ട് വോയിസ് ആണ്. എല്ലാവർക്കും അങ്ങനെ ഒരു ഇന്നസെന്റ് വോയിസ് ഇല്ലേ, എല്ലാവർക്കും അങ്ങനെ കിട്ടില്ല. സോ ആ ഇന്നസെന്റ് വോയിസിന് പറ്റിയ ഒരു പാട്ട് സെലക്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും നല്ല. എല്ലാ അനുപല്ലവിയില മറ്റേലാണില്ലേ ആ കസവണി, അതൊന്ന് പാടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. അതൊരു വേവ്സ് മാതിരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. രണ്ട് അനുപല്ലവിയിലും ചരണത്തിലും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് പാടുമ്പോ തന്നെ ഉണ്ണി സാറിന്റെ മുഖമൊക്കെ ഇങ്ങനെ നല്ല ബ്രൈറ്റ് ആയി, സന്തോഷമായി. വേവ്സിന്റെ മുകളിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന മാതിരി ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയത്. അത് അങ്ങനെ പാടണം, എന്നാലേ അതിന് ആ ഒരു നോട്ട്സിന് സുഖം ഉണ്ടാവുള്ളൂ. അത് വളരെ മനോഹരമായിരുന്നു. എനിക്ക് തോന്നിയത് ഹമ്മിങ്ങിൽ ഇതുമാതിരി കുറച്ചൊന്ന് കൈവിട്ട് പോയി. അത് രണ്ടാളും കൂടി കുറച്ചൊരു ക്ലാഷ് വരണ മാതിരി ആയി. അപ്പൊ അത് കൂടുതൽ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കൂടെ ഒരാൾ പാടുന്ന സമയത്ത്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി മോളെ. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. വോയിസിന്റെ പ്രസൻസ് നന്നായിരുന്നു. കൂടാതെ ഡിക്ഷൻ, ഓരോ വാക്കുകളും എടുത്ത് പറയുന്ന രീതി, അത് വളരെ മനോഹരമായിരുന്നു. അപ്പൊ കൂടുതൽ ഇമ്പ്രൂവ്മെന്റിന് ഇപ്പൊ ആര്യ പറഞ്ഞു, MJ പറഞ്ഞു, അതൊക്കെ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാം. ഗോ ഹെഡ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ദുർഗു, ഒരു കത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ലെറ്റർ നോക്കരുത് കേട്ടോ, ലെറ്റർ കൈവച്ചാൽ മതി. വായിക്കാനായിട്ടില്ല. മീനൂട്ടിന്റെ അടുത്ത് പോയിട്ട് വായിച്ചാൽ മതി. ഇവിടെ വന്നാലേ അത് മൊത്തം ശരിയാവും. മാർക്ക് എത്ര ആയിരിക്കും? അത് ഓർക്കാൻ പാടില്ല.
97. ഒന്ന് തുറന്നു നോക്കൂ. ഓ 97. ഇപ്പൊ ഇവരെന്നെ നന്നായിട്ട് ഗസ് ചെയ്യുന്ന എല്ലാവരും പറയുന്ന കറക്റ്റ് മാർക്കാ. ദുർഗക്കുട്ടിയുടെ ഇന്നത്തെ മാർക്സ് 97 out of 100. Yes. Thank you. 97. ഓൺ ദ വെരി ബെസ്റ്റ്. ടാറ്റ. അപ്പൊ ശരി, ടാറ്റ. Bye. മാർക്സിലെ ഹാപ്പി അല്ലേ? ഇനി നമ്മളെ എല്ലാവരെയും ഒന്ന് തണുപ്പിക്കാനായിട്ട് മത്സരത്തിന്റെ ചൂട് പിടിച്ചിരിക്കുകയല്ലേ, അതെ, അപ്പൊ കുറച്ച് കൂടുതൽ തണുപ്പിക്കാനായിട്ട് ഏത് റൗണ്ട് ആയിരിക്കും? മഴ 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 അതെ. മഴ മഴ മഴ. ഇവിടെ തണുപ്പിക്കണമെങ്കിൽ ആ ഒരു ഒറ്റ വഴിയുള്ള AC ഒന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മഴപ്പാട്ടിന്റെ റൗണ്ടാണ് വരുന്നത്. ഇന്ന് മഴ പെയ്ക്കാൻ എത്തുന്നത് ജഗത് കുട്ടനാണ്. വിളിച്ചാലോ? വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. Hello. ഹലോ. കുട്ടിയൊക്കെ ഇടയില്ലല്ലോ തലയിൽ കൂടെ ഇങ്ങനെ. ഹായ് എം ജെ അങ്കിളെ. മഴ എന്താ കഴിഞ്ഞ ആയതുകൊണ്ട് ഷൂട്ടിനില്ലാഞ്ഞേ? ചുമ്മാ ഒരു ഹോളിഡേ. ഹോളിഡേ. ഹായ് ഉണ്ണിങ്ങളെ. ഹായ് ഹായ്. ഇത്ര കാലായി കണ്ടിട്ട് ഇത്രയൊക്കെ മഴയുണ്ടോ പുറത്ത്? നമ്മളൊക്കെ മറന്നുപോയാ? ഞാനല്ല അങ്ങോട്ട് ചോദിക്കേണ്ടത്. ഞാൻ മറക്കൂല. ഇത്ര മഴയുണ്ടോ പുറത്ത്? ഇല്ല, അകത്ത് പെയ്പ്പിക്കാൻ അകത്ത് പോവാ അവൻ. പെയ്പ്പിക്കാൻ പോവാ. അതാ. മഴയാണ്. ആ, മഴ അതാ. പെയ്പ്പിക്കാൻ പോകുന്നതിന്റെ മുൻകരുതലാണ് അല്ലേ? അതെ. മുൻകരുതൽ. മഴപ്പാട്ട് ഏതാണ്? മമ്മം മമ്മ മാരി മഴയെ. രസികൻ. രസികൻ. നല്ല പാട്ടാട്ടോ. മാത്രമല്ല കുറച്ച് റിതമിക്കും അല്ലേ, അതെ അതെ അതെ. അതിന്റെ രസമുണ്ട്. അപ്പൊ മഴ കുറച്ച് എക്സൈറ്റിംഗ് ആയിക്കോട്ടെ ഓക്കെ. അല്ലേ? ഒരുങ്ങിട്ട് ഇന്ന് വന്നിട്ടില്ലേ? എത്ര മാർക്ക് കിട്ടും അത് പറ ആദ്യം. 100. 100 മേടിക്കുമെന്ന് That is കിട്ടുന്ന confidence. കോൺഫിഡൻസ് ആണല്ലോ. അത് കൊള്ളാത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം കൊള്ളാം കൊള്ളാം. കിഷോര് ചന്ദ്രശേഖര കൊള്ളാടേ. താങ്ക് യു. ഡീറ്റെയിൽസ് പോരട്ടെ. ഡീറ്റെയിൽസ്. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. ഉം. മ്യൂസിക് വിദ്യാസാഗർ സാർ. പാടിയത് കാർത്തിക് സാറും വീണ ഹരിദാസ് മാമും. മൂവി രസികൻ. വർഷം 2004. യെസ്, Okay. മിടുക്കൻ. കേക്കല്ലേ പാട്ട്? കേക്കാം, ഞാൻ Yes. റെഡിയാണ്. തണുക്കാൻ റെഡിയാണ് ഞാൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ജഗു. താങ്ക് യു. കത്താതെടി മുത്തി മുത്തി മുത്തം വച്ച മുത്തെടുത്തു പോവാതെ മാരി മഴയെ കാറ്റടിച്ചു കത്താതെടി മുത്തി മുത്തി മുത്തം വച്ച മുത്തെടുത്തു പോവാതെ പറക്കും വണ്ടായി വരി വണ്ടായി തൊട്ടുരുമാതെ ഉറക്കും പാട്ടായി പട്ടുപൂവേ കട്ടുപോവാതെ കുറുമ്പിന്റെ കട്ടുറുമ്പിന്റെ കൈനീട്ടമല്ലേ. I love you. മാരി മഴയെ കാറ്റടിച്ചു കത്താതെടി മുത്തി മുത്തി മുത്തം വച്ച മുത്തെടുത്തു പോവാതെ മാരി മഴയെ കാറ്റടിച്ചു കത്താതെടി മുത്തി മുത്തി മുത്തം വച്ച മുത്തെടുത്തു പോവാതെടി. It's more than just another feeling. It's more than words could ever see. Is it a wild imagination? I don't know why I feel this way. ഇത് പാൽത്തുടി മുത്തം പകലിലെ പൂവേൽ മുത്തം നെഞ്ചിൽ പഞ്ചവർണ്ണ പൈങ്കിളി മുത്തം നിറത്തിങ്കളിൻ മുത്തം മുകിലിലെ മിന്നലിൻ മുത്തം കണ്ണിൽ കാവൽ നിൽക്കും കാതലിൻ മുത്തം മൊഞ്ചു കൊണ്ട് മൂടി വച്ച മുന്തിരി മുത്തം ഒരു മൺചിരാത് പോലെ മിന്നും തേൻ മുത്തം. I love you. മാരി മഴയെ കാറ്റടിച്ചു കത്താതെടി മുത്തി മുത്തി മുത്തം വച്ച
മുത്തെടുത്തു പോവാതെ അമ്മമ്മ മഴയെ കാറ്റടിച്ചു കത്താതെടി മുത്തി മുത്തി മുത്തം വച്ച മുത്തെടുത്തു പോവാതെ കിടക്കുമ്പോൾ കട്ടിലിൻ മുത്തം തമ്മിൽ ചേർന്നുറങ്ങും ഒട്ടിനു മുത്തം മഞ്ഞുകൊണ്ടുമീ നനച്ച മാർഗഴി മുത്തം ഇത് പണ്ട് നമ്മൾ പങ്കുവച്ച തേൻമുത്തം I love you അമ്മമ്മ മഴയെ കാറ്റടിച്ചു കത്താതെടി മുത്തി മുത്തി മുത്തം വച്ച മുത്തെടുത്തു പോവാതെ പറക്കും വണ്ടായി വരി വണ്ടായി തൊട്ടുരുമ്മാതെ ഉറക്കും പാട്ടായി പട്ടുപൂവേ പട്ടുപോവാതെ കുറുമ്പിന്റെ കട്ടുറുമ്പിന്റെ കൈ നീട്ടമല്ലേ I love you തീർന്നാ? മതിയായില്ല, എനിക്ക് കുറച്ചുകൂടെ പാടായിരുന്നല്ലോ. അപ്പൊ അല്ലവേ ഒന്നുകൂടെ കേൾക്കുന്നത് 1 a 2 a 3 a 4 അമ്മമ്മ മഴയെ കാറ്റടിച്ചു കത്താതെടി മുത്തു മുത്തി മുത്തം വച്ച മുത്തെടുത്തു പോവാതെടി അമ്മമ്മ മഴയെ കാറ്റടിച്ചു കത്താതെടി മുത്തു മുത്തി മുത്തം വച്ച മുത്തെടുത്തു പോവാതെടി കഴിഞ്ഞോ? മതിയാ? പിന്നെ കഴിഞ്ഞോ? എന്നാലും ഇപ്പോഴത്തെ തൽക്കാലം മതി. തൽക്കാലം ഇത് മതി. രസമായിരുന്നു കേട്ടോ. സബാഷ് സബാഷ്. Backing vocals, superb. മഴ അത് കൊള്ളുമ്പോഴേ മഴ കൊണ്ടു എന്ന് തോന്നുള്ളൂ അല്ലേ? അതെ. ഇന്ന് കുറെ ഭാഗങ്ങളൊക്കെ മഴ കൊണ്ടു കേട്ടോ. ചില ഭാഗങ്ങളിൽ മഴ കൊണ്ടില്ല, അവിടെ വെയിൽ വന്നു. പക്ഷെ അതൊരു വലിയ പ്രശ്നമാണെന്ന് വെച്ചാൽ അല്ല. പ്രശ്നമല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. അങ്ങനെയുള്ള കുറെ ഗ്രേ ഏരിയാസും കൂടെ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിതമിക്കായിട്ട് പാടി എന്നുള്ളത്. താങ്ക് യു സാർ. ആ ലിറിക്കിൽ അവിടെ തന്നെ ഒരു ടേക്ക് ഓഫ് ഉണ്ടായിരുന്നു. മഴയെ കാറ്റടിച്ചു കത്താതെടി മുത്തി മുത്തി മുത്തം വച്ച മുത്തെടുത്തു പോവാതെ അമ്മമ്മ മഴയെ കാറ്റടിച്ചു കത്താതെടി മുത്തി മുത്തി മുത്തം വച്ച മുത്തെടുത്തു പോവാതെ. പിന്നെ മുത്തിൽ മുത്തം വെച്ച് മുത്തെടുത്ത് പോവാതെടി. ആ ഇത്ത കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്തിട്ടുണ്ട്. ആ അത് കൊള്ളാം. അവിടെ മിടുക്കനാണ്. അമ്മമ്മ മഴയെ കാറ്റടിച്ചു കത്താതെടി മുത്തി മുത്തി മുത്തം വച്ച മുത്തെടുത്തു പോവാതെ. പിന്നെ അനുപല്ലവിയില് മുത്തം ഒരു തീമായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആരാ? വെയില മഴ. ഗിരീഷേട്ടൻ ഒരു തീമായിട്ട് എടുത്തിട്ടുണ്ട്. മൊത്തം മുത്താണ്. പാലുള്ളി മുത്തം, പകലിലെ പൂവയിൽ മുത്തം. അപ്പൊ എനിക്ക് തോന്നുന്ന ആ മുത്തത്തിന് കുറച്ചും കൂടെ ഒരു മുത്തം കൊടുക്കണ്ടേ? അങ്ങനെയൊക്കെ നമുക്ക് ലൈവ് പാടുമ്പോൾ കുറച്ചൊരു വ്യത്യാസങ്ങളൊക്കെ കൊടുക്കാം. അത് നന്നായിരിക്കും തോന്നി. പിന്നെ കുറുമ്പിന്റെ ആ കുറുമ്പ് എങ്ങനെ പാടിയ? കുറുമ്പിന്റെ കുറുമ്പിന്റെ ആ ചിരിയും ആ കുറുമ്പും എല്ലാം വന്ന് നിനക്ക് സ്വതസിദ്ധമായിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും അത് പാട്ടിൽ ഒന്നുമ്പോൾ നന്നായിരുന്നു. പിന്നെ പഞ്ചവർണ്ണ മുത്തം, അല്ല പഞ്ചവർണ്ണ എന്തോ വന്നിട്ട് മുത്തം എന്ന് പറഞ്ഞു. അത് അവിടെ എന്തോ ഒരു പ്രശ്നം തോന്നി. നെഞ്ചിൽ പഞ്ചവർണ്ണ പൈങ്കിളി മുത്തം ആ അത് അവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ എന്തരോ പോലെ അവിടെ വന്നിരുന്നു കേട്ടോ. അത് ശ്രദ്ധിക്കണം. പിന്നെ കാറ്റായി പറന്ന വാനിൽ, കാറ്റായി പറന്നുയർന്നു വാനിൽ
ആ വാന് പോകുമ്പോഴത്തേക്ക് അത് കാറ്റായി പറന്നുയർന്നു വാനിൽ. ഇടി കൊള്ളും കേട്ടാ. ആ ശ്രുതി ചേർക്കൂലേ? കുറച്ചുകൂടെ ഒന്ന് ശ്രമിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ശ്രമിക്കണ്ട, വീട്ടിൽ പോയി ഇനി ശ്രമിച്ചാൽ മതി Okay. കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ ചെറിയ അല്ലെങ്കിൽ ഞാൻ ഈ മധുര മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആ മഴ ഫുള്ളായിട്ട് കിട്ടിയില്ല. ഇടയിൽ ഇന്റർമിറ്റന്റ് റെയിൻ എന്ന് പറയും. മഴ വരികയും പോവുകയും ചെയ്തു. വരികയോ പോവുകയോ ചെയ്യാം എന്ന് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്ന പോലെ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ പെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അത് ഫുൾ മഴയായിട്ട് മാറണം. അതാണ് ജഗത് കിഷോര ചന്ദ്രശേഖറിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ജഗ്ഗൂസ് എന്തോ പിടിക്കനായി പാടിട്ടോ. താങ്ക് യു സാർ. ഓക്കെ, ആ മഴയുടെ ഒരു ഉന്മാദം അതിലുണ്ടായിരുന്നു. താങ്ക് യു സാർ. ത്രൂ ഔട്ട് ദ സോങ് ഒരു ജോഷ് ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതിലൊരു കുറുമ്പ് കാണിച്ചു, കുറുമ്പൻകുട്ടൻ. അതെല്ലാം നന്നായിരുന്നു. താങ്ക് യു. ഇടയ്ക്ക് ഈ പറഞ്ഞ മാതിരി ചില നോട്ട്സ് ടച്ച് ചെയ്യാത്തൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ആ ജോഷിൽ മറന്നുപോയതാണോ അതോ ശരിക്കും പഠിച്ചിട്ടില്ലേ എന്നറിയില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം മോനെ. Okay. ഇങ്ങനത്തെ പാട്ടിൽ 100 വാങ്ങുന്നു പറഞ്ഞല്ലേ, അപ്പൊ 100 കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഒരു 99. അപ്പൊ ഏറ്റവും കുറച്ച് താഴെയുള്ള മാർക്ക് 99. നന്നായിരുന്നു മോനെ. താങ്ക് യു Good luck. സാർ. ജഗു എന്തോ ഇന്ന് അപ്പം അടിച്ചു പൊളിച്ച് പാടി. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എക്സ്പ്രഷൻ. കുറെ എക്സ്പ്രഷൻസ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. താങ്ക് യു. ഇത് നെറ്റിയിലാരോ പ്രണയമയറ്റുന്ന മുത്തം, എന്നിൽ പാട്ട് പോലെ മീട്ടുന്ന മുത്തം. 2 ആ ഒരു കോൺഫിഡൻസ്. താങ്ക് യു. ഞാനിത് പാടി ഫലിപ്പിക്കും, ഇത് എനിക്ക് പറ്റിയ പാട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിപ്പുണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതെനിക്കിഷ്ടപ്പെട്ടു. നനച്ച മാർഗഴി മുത്തം, ഇത് പണ്ട് നമ്മൾ പങ്കുവച്ച തേൻ. 3 ബ്രെത്ത്. നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു ആക്ച്വലി. താങ്ക് യു. ഒരു സ്ഥലത്തൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇന്നത്തെ മെയിൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നിയത് ആ ഒരു നോട്ട് മാറുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതൊരു പെർഫെക്റ്റ്. അതിനൊരു കോൺഫിഡൻസ് കുറവ് തോന്നി എനിക്ക്. ഒന്നുകൂടെ പാടുന്നോ അത്? കണ്ണിൽ കാവൽ നിൽക്കും കാതലിൻ മുത്തം, മൊഞ്ച് കൊണ്ട് മൂടി വച്ച മുന്തിരി മുത്തം, ഒരു മൺചിരാത് പോലെ മിന്നും തേൻ മുത്തം. യെസ്, അത് ആ നോട്ട് രജിസ്റ്റർ ആയില്ല നേരത്തെ. അതെ, അത് ഇപ്പൊ പാടിയപ്പോഴാണ് കുറച്ചും കൂടെ എന്താണ് ആ പാടിയിരിക്കുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ക്ലാരിറ്റി അവിടെ വന്നത്. ഓക്കെ. അപ്പൊ ഇന്ന് എന്തായാലും 100 ഉണ്ടാവില്ലല്ലോ ജഗു. 99 മതി. 99 മതിയോ? ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. 99 കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാനും നോക്കട്ടെ കുറയ്ക്കാൻ പറ്റുമെന്ന്. പിന്നെ എന്റെ ഫ്രണ്ട് ആയുഷിന്റെ അച്ഛനും പിന്നെ നമ്മളെ അനിയത്തിയും വന്നിട്ടുണ്ട്. ഹലോ. ആയുഷിന്റെ അച്ഛനും. ഹായ്. അതുപോലെ മക്കളുടെ പേരെന്താ? ആവ്യലക്ഷ്മി. ആവ്യലക്ഷ്മി. ആവ്യ. ഓ, പിന്നെ MJ അങ്കിളിന് ആയുഷ് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കോ? ആഹാ. ആയുഷ, എനിക്ക് എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ അങ്ങോട്ട് ഗിഫ്റ്റ് തരാൻ. എനിക്ക് വയ്യ. അവൻ നന്നായിട്ട് ചിത്രം വരക്കും. അപ്പൊ അവൻ വരച്ചതാ. മക്കളെ ഇത് വരച്ചോണ്ട് വന്ന അശ്വടാ. അവൻ വരച്ചതാ. ഒത്തിരി സ്നേഹം കേട്ടോ. നല്ല രസമുണ്ട്. Thank you so അയ്യോ, much. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? അവൻ 7ാം ക്ലാസ്. 7th. ഇവരൊന്നിച്ച് പഠിക്കുന്നല്ലേ? നിങ്ങൾ വേറെ ഡിവിഷനാ. വേറെ ഡിവിഷൻ. Thank you so much. അതെന്ത് കളർ പെൻസിലാണോ അത്? കളർ പെൻസില് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ രസമായിട്ട് ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വെരി ലൈവ്ലി. ശരിക്കും നിന്റെ ഒരു ഗസ് എത്രയാ? 98.75. അത് ഒന്ന് ജഗിൾ ചെയ്താലേ ശരിയാവും ചിലപ്പോ. കുറച്ച് കുറയ്ക്കേ. 99. കുറയ്ക്കാൻ പറയുമ്പോ കൂട്ടുന്നോ? 98.5. കുറച്ചുകൂടെ. 98.25. കുറച്ചുകൂടെ. 98. കുറച്ചുകൂടെ. 97.75. കുറച്ചുകൂടെ. 97.5. So you're getting 97.50. ജഗത് സാർ, അടുത്ത പ്രാവശ്യം ആകാശത്തോട് ചാടണം. ബാക്കി എത്ര മാർക്കുണ്ട്? 3.5. 3.5 ഉണ്ടോ? 3.5 ഇല്ല. 2.5. ആ 2.5 മാർക്ക് ഞാൻ ആയുഷിന് കൊടുത്തു കേട്ടോ. അതെ. ആഹാ.
അപ്പൊ ഹാപ്പി. happy. ടാറ്റാ ബൈ. ടാറ്റാ. ബൈ, ഗുഡ് അപ്പൊ നൈറ്റ്. ജഗ്ഗു ഗുഡ് Bye. നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. ഉറക്കം പാട്ടായി പട്ടുപൂവേ. MJ അങ്കിൾ, ഉം. ഇനി വരാൻ പോകുന്നത് തിരുവനന്തപുരത്തിന്റെ മെയിൻ ആ. പേരാണ്. കരുമം കരുവല്ലം ഇങ്ങോട്ട് വരുമ്പോ കരുമം തിരുവല്ലം. യെസ്, നമ്മുടെ അമൃതക്കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം അമൃത AM ഓൺ സ്റ്റേജ്. ഉമ്മുക്കുൽസു. ഉമ്മുകുൽസു. അത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ, ഹായ്. സുഖാണോ? ആ സുഖം. ഇന്നെന്താ ഉമ്മുക്കുൽസു ആവാനുള്ള കാരണം? ഇന്ന് അങ്ങനത്തെ ഒരു പാട്ടാണ്. ഓ സ്പെഷ്യൽ ചേരുന്നുണ്ട്. പാട്ടാണോ? താങ്ക് യു. മെറൂൺ ആണോ? അതെ. മെറൂൺ. നല്ല കോമ്പിനേഷൻ അല്ലേ? ഒരു നല്ല വൈറ്റ് രസം. സിൽവറിഷ്, ഉം. യാ യാ നല്ലൊരു ഗ്ലിറ്റർ ഇങ്ങനെ നല്ലൊരു തിളങ്ങുന്നുണ്ട്. പളുങ്ക് പാത്രം പോലെ ഉണ്ട്. പാട്ട് ഏഴാം ബഹറിന്റെ വാതിൽ തുറന്നോളെ. ദൈവനാമത്തിൽ ഇല്ലേ? മഞ്ചേരി ചേച്ചി പാടിയ പാട്ട്. ആ. യെസ്. അപ്പൊ പോരട്ടെ ഡീറ്റെയിൽസ്. സിനിമ ദൈവനാമത്തിൽ, ഉം. വർഷം 2005, മ്യൂസിക് കൈതപ്പുറം വിശ്വനാഥ് സാർ, ഉം. ലിറിക്സ് കൈതപ്പുറം സാർ, ഉം. പാടിയത് മഞ്ചേരി. മഞ്ചേരി. മഞ്ചേരി ബാബു പാടി അല്ലേ? ഹായ് മഞ്ചേരി, സൂപ്പർ അല്ലേ മഞ്ചേരി അല്ലേ? യെസ്. എല്ലാ പാട്ടുകളും അസലാണ്. അതെ, എന്താ? വീട്ടിൽ പാട്ട് എന്തായി? അനിയത്തി കണ്ടോ? ആ അനിയത്തി കണ്ടു. എന്നിട്ട് അനിയത്തിക്ക് ഇപ്പോ 2 മാസം കഴിഞ്ഞു. ഉം. പിന്നെ പേര് അക്ഷിത എന്നാണ്. ആ. വീട്ടിൽ അക്കൂന്ന് വിളിക്കും. ഇപ്പൊ പാട്ട് പാടി കൊടുക്കാറുണ്ടോ? ആ പാട്ട് പാടി കൊടുക്കാറുണ്ട്. ആണ്, ഏത് പാട്ടാ പാടി കൊടുത്തത്? ഞാന് ഒരു വാവ വാ വാവ വാവ എന്ന് പറഞ്ഞൊരു പാട്ട്. അങ്ങനെ അതെന്ത് പാട്ടാ അത്? പാട്ടായിട്ടൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ പാടും. അപ്പൊ അതിന്റെ ട്യൂൺ എങ്ങനെയാ? വാവ വാ വാവ വാവു വാവ വാ വാവ വാ വാവ വാവോ വാവ വാ വാവ വാവു കൊള്ളാലോ. വാവ വാ വാവ വാ വാവ വാവോ അങ്ങനെ ഇങ്ങനെ പാടും. അയ്യോടാ. സ്വന്തം മ്യൂസിക് കോമ്പസിഷൻ ആണ് അല്ലേ? അല്ല, ഇത് അമ്മുമ്മ എനിക്ക് പാടി തന്നിട്ടുണ്ട്. ഉം. അല്ല, അമ്മുമ്മ അമ്മയ്ക്ക് പാടി കൊടുത്തിട്ടുണ്ട്, അമ്മ എനിക്ക് പാടി തന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ. ഓ, ഇത് അങ്ങനെ തലമുറകളായി കൈമാറി വരുന്ന ഒരു തിരിഞ്ഞ് താരാട്ട് പാട്ട്. അതെ. പാട്ടാണല്ലേ? ആ. ഞാനിങ്ങനെ ആദ്യമായിട്ട് വാ 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 വൂ. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കും കേട്ടോ. അങ്ങനെ ഒരു കൊള്ളാം കേട്ടോ. പക്ഷെ ഒരു ആഫ്രോ ടച്ച് എവിടെയോ. ഇനി എപ്പോഴെങ്കിലും അപ്പൂപ്പനായ ഇതൊക്കെ പാടി കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ യെസ്. പഠിക്കും. ഓക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ബ്യൂട്ടിഫുൾ. താങ്ക് യു കേൾക്കാനും ഗംഭീരം. കലക്കി. താങ്ക് യു. ഭയങ്കര മൂഡായിരുന്നേ. Yes. ഇങ്ങനെ അമൃതക്കുട്ടിയോട് ഇങ്ങനെ ചേർന്ന് ഒരു ശബ്ദമായിട്ട്, നിങ്ങൾ 5 പേരല്ല, ഒരൊറ്റ ഒരാളായിട്ട് ശബ്ദം ഉണ്ടായിരുന്നു. വെരി നൈസ്. ബ്യൂട്ടിഫുൾ. അമൃതക്കുട്ടി, എന്തോ ഞാൻ മറക്കണേന് മുമ്പ് ചോദിക്കണം, അവസാനത്തെ 7 എങ്ങനെയാ പാടിയത് മോള്? ആ അത് കറക്റ്റ് വന്നില്ലല്ലോ അല്ലേ? ആ ക്ലാരിറ്റി കുറവായിരുന്നു. അത് മാത്രം കറക്റ്റ് ആയിരുന്നു വെച്ചാല് എവിടെ എത്തിപ്പോയനെ? ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. താങ്ക് യു. എന്ത് കാമൻ കമ്പോസ്ഡ് ആയിട്ട് ചിരിച്ച് ഭംഗിയായിട്ട് പാടി. താങ്ക് യു. കറക്റ്റ് അത്. ഈ പാട്ട് എന്തൊരു ചിരിച്ച് അല്ലേ, വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു. ഫ്രം ബിഗിനിങ് ടു എൻഡ് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് അപ്പ് ചെയ്തു, സ്മൈൽ ചെയ്ത് പാടി. ലിറിക്സ് എല്ലാം വളരെ ലെജിബിൾ ആയിരുന്നു. എല്ലാം കൊണ്ടും ബ്യൂട്ടിഫുൾ ആയി. ആ ഒരു സംഭവം ചെറിയൊരു മിസ്റ്റേക്ക് മാത്രം, ഒരു അടി തരാൻ തോന്നി എനിക്ക്. അത് മാത്രം തെറ്റിച്ചു. എന്തിനാ മോളെ തെറ്റിച്ച്? അത് പാട് കറക്റ്റ്. ആ അത് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. മോൾക്കറിയാലോ അല്ലേ? സ്ലിപ്പായി പോയതാണോ? സ്ലിപ്പായി പോയതാ. ഓക്കെ, ദാറ്റ്സ് ഓക്കെ കേട്ടോ. ബ്യൂട്ടിഫുൾ ആയി പാടി. താങ്ക് യു. ആ 7ാം ബഹറിന്റെ വാതിൽ തുറന്നോ എന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് പാട്ടിലുടനീളം. അപ്പോഴുണ്ട് ഒരു സ്ഥലത്ത് 7ാം ബഹറായില്ല, ചേട്ടൻ പറഞ്ഞ ഒരു 6ാം ബഹർ വരെ. 7-ലെത്തിയില്ല. ചേട്ടൻ പറഞ്ഞ ഒരു അടി തരണം, എനിക്കൊരു ഇടി തരാൻ തോന്നുന്നു. എന്താ വെച്ചാ അതൊരു പെർഫെക്റ്റ്. ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ കാം ആൻഡ് കമ്പോസ്ഡ്. ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിനെ ഇങ്ങനെ വളരെ സുഖകരമായിട്ട് ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് ഇങ്ങനെ പോരും. നമ്മളിങ്ങനെ ഇരിക്കുകയാണേ, അത് എന്തൊരു സുഖാണ്. ഈ ബഹർ എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ അറബിക് പോയട്രിയിൽ അവര് നമ്മളെ വൃത്തം എന്ന് പറയില്ലേ, അതുപോലെ അവരുടെ വൃത്തം അല്ലെങ്കിൽ അതിന്റെ താള ഘടന, അതിനാണ് ബഹർ എന്ന് പറയുക. അതല്ലാതെ പറയുന്ന ഒരു അർത്ഥം കടല് എന്നാണ്. പഴയൊരു പാട്ടുണ്ട്, 7ാം കടലിനക്കരയുണ്ടൊരേഴിലം പാല. അത് 7ാം കടൽ എന്ന് പറയുന്നത്. അപ്പൊ 7ാം ബഹർ എന്ന് പറഞ്ഞാൽ 7ാം കടലാണ്. അതിന്റെ അപ്പുറം അങ്ങനെ ഒരു കടലിന്റെ കാര്യമല്ല, അതൊരു ഇമാജിനേഷനാണ്. അപ്പോൾ പ്രണയത്തിന്റെയും അത്തരം കാര്യങ്ങളിലൊക്കെ പറയുമ്പോഴത്തേക്കും ഈ 7ാം ബഹറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതാണ് കൈതപ്രൻ സാർ ഈ 7ാം ബഹറിന്റെ വാതിൽ തുറന്നിട്ട് അസർമുല്ല പോലുള്ള പെണ്ണെ. അസർമുല്ല എന്ന് പറഞ്ഞാൽ ഈ അസർ എന്ന് പറയുന്നത് സമയം, വൈകുന്നേരത്തെ സമയമാണ്. അപ്പൊ വിരിയുന്ന മുല്ലയാണ് അസർ മുല്ല എന്ന് പറയുന്നത്. പല സമയങ്ങളിൽ പറയുന്നുണ്ട്, അതിലൊരു സമയമാണ് അസർ. ആ സമയത്ത് ജനിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അസറുദ്ദീൻ എന്ന പേര് ആ സമയത്ത് വരുന്ന എന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അല്ലാതെ അസറുദ്ദീൻ എന്നുള്ള പേര്, മുഹമ്മദ് അസറുദ്ദീൻ എന്ന് പറഞ്ഞ വലിയൊരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒമർ ഖയാമിനെ പറ്റി പറയാം. ഒമർ ഖയാം ഒരു വലിയൊരു പേർഷ്യൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, ഫിലോസഫർ ആയിരുന്നു, അതുപോലെ പോയറ്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് എനിക്കിപ്പോ പറയാനുള്ളത്. അതായത് ഈ നിമിഷത്തിൽ സന്തോഷിക്കുക, കാരണം ഈ നിമിഷം മാത്രമാണ് നിന്റെ ജീവിതം. കഴിഞ്ഞ കാലത്തിനെ പറ്റി നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, ഇനിയുള്ള കാലത്തേക്ക് നമുക്ക് എത്തിപ്പിടിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈ നിമിഷമാണ് നിന്റെ ജീവിതം, അത് സന്തോഷിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ നിമിഷമാണ് എന്റെ ജീവിതം, ഈ നിമിഷത്തിൽ എനിക്ക് സന്തോഷം തരുന്നത് നമ്മുടെ അമൃതക്കുട്ടിയുടെ പാട്ടാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു, ഒരുപാട് സന്തോഷിക്കുന്നു. ഞാൻ അർമാദിക്കുന്നു കേട്ടോ ആ സംഗീതത്തിൽ. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതുവരെ കാണാത്ത അമൃതക്കുട്ടിയുടെ ഒരു ഡയമെൻഷൻ ഇന്ന് കാണാൻ പറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് വളരെ മെച്ചോർഡായിട്ട് അത് കൺട്രോൾ ചെയ്ത്, അതേസമയം പെണ്ണേ എന്ന് പാടിയില്ലേ, അവിടെ അതിന്റെ ടെയില് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അത് അമൃതക്കുട്ടി അത് കുറച്ചും കൂടെ ഡൈനാമിക്സിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. നീ കാതിൽ കൊഞ്ചിച്ചൊല്ലും അസാധ്യമായിരുന്നു, വളരെ ഗംഭീരമായത്. ബദറുൽ മുനീറിന്റെ ബദലായ ഗാനം എന്ന് ഉള്ളിടത്ത് ആ സംഗതി കറക്റ്റായിട്ട് വീണ്. അടുത്ത ഉയരായ ഗാനത്തിൽ അത്രത്തോളം ഉയരുണ്ടായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷെ എന്നാലും അതും ഓക്കെ ആയിരുന്നു. അപ്പൊ ഇനിയത്തെ പെർഫോമൻസസ് ഓക്കെ പെർഫോമൻസസ് പറ്റൂല, എബോ ആവറേജ് പെർഫോമൻസസ് പറ്റൂല, സൂപ്പർ പെർഫോമൻസസ് പറ്റൂല, എക്സ്ട്രോണറി പെർഫോമൻസസ് വേണം.
ഓഹ് ഓക്കെ ഓക്കെ ഐ എം റൈറ്റ് ക്യാപ്റ്റൻ? യെസ് യു ആർ റൈറ്റ്. ആക്ച്വലി ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു, അതാണ് ബട്ട് ഫോർ ദാറ്റ് സിംഗിൾ തിങ്. ആറാം ബെഹർ ഒരു പ്രശ്നം. ആറാം ബെഹറാണ് പ്രശ്നം. അപ്പൊ അത്രേ ഉള്ളൂ. ബഹ്റിനിലെത്തിയില്ല, ഖത്തറിലെത്തി. അവിടെ ലാൻഡ് ചെയ്തത്. സോ ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ ഇന്ന് എന്താ പറ്റിയതെന്ന്. എന്താ പറ്റിയത്? 7ാം ബഹറിലോട്ട് എത്തിയില്ല. എവിടെ എത്തി? 6ാം ബഹർ. കറക്റ്റ്. അതാണ് ഇന്ന് പറ്റിയത് കേട്ടോ. മിടുക്കിയായിട്ട് പാടി. മിടുക്കിയായി പാടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമൃതക്കുട്ടിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് യെസ്, പെർഫോമൻസ് തന്നെയായിരുന്നു. അൺഡൗട്ടഡ്ലി. താങ്ക് യു. എനിക്ക് പാടിയതിൽ വെച്ചിട്ട് അമൃതക്കുട്ടിയുടെ പെർഫോമൻസസിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസുകളിൽ ഒരു പെർഫോമൻസ് ആണ്. മിടുക്കിയായിട്ട് പാടി. എനിക്കും ആ അസർമുല്ല പോലുള്ള പെണ്ണെ, ആ പെണ്ണേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. സ്വീറ്റ് ആയിരുന്നു അത്. താങ്ക് യു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. മാത്രമല്ല കോറസിന്റെ കൂടെ ചേർന്ന്, ടോപ്പ് ബാൻഡിന്റെ കൂടെ ചേർന്ന് പാടിയപ്പോ അത് ആ അതങ്ങ് ലയിച്ചങ്ങ് പോവുകയാണ്, അത് ഒരുമിച്ചങ്ങ് പോവുകയാണ്. നല്ല രസമായിരുന്നു, നല്ല സിങ്ക്രണൈസ്ഡ് ആയിട്ട് പോവുകയാണ് അത്. അപ്പൊ അതിന്റെ ആ ഒരു ബ്യൂട്ടി പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവനോട് എന്ത് നീ കാതിൽ കൊഞ്ചിച്ചൊല്ലും, അതും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പിന്നെ ഇതൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ വരിയെ എടുത്ത് പറയാം, അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ശബ്ദമില്ലേ, അമൃതക്കുട്ടിയുടെ ആ ശബ്ദത്തിനൊരു കുട്ടിത്വം ഉണ്ട്. ആ കുട്ടിത്തത്തിന്റെ ഒരു ഫ്ലേവറിന്റെ കൂടെ ഇന്ന് കുറച്ചുകൂടെ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു അമൃതക്കുട്ടീനും കൂടെ കണ്ടു. ഓക്കെ ഓക്കെ. മിടുകയാണേ. യെസ്, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാർക്ക് അറിയാമോ അമൃതക്കുട്ടി? എത്രയൊക്കെ എത്ര ഉണ്ടാവും? അതെ, ഗസ് ചെയ്തോ. 98, 98, പോരാ 98.5, പോരാ 98.75, പോരാ 99, പോരാ 99.5, കൂടിപ്പോയി. അത്രയ്ക്കില്ല. 99.25. യെസ്, അമൃതക്കുട്ടിക്ക് 99.25 out of 100. താങ്ക് യു. അമൃതക്കുട്ടിയാണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. യെസ്. ആൻഡ് ആരി ചേച്ചി, യെസ്, വെൽക്കം. അമൃതക്കുട്ട, എന്തോ ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട് ഇപ്രാവശ്യം. അപ്പൊ ഈ മുടി കണ്ടോ, ഇങ്ങനെ തഴച്ച് വളരുന്ന ഈ മുടി അതെ, കുറച്ചും കൂടെ ഇനി വളരും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുടിയുടെ കുക്ക് ചെയ്യാനും ഉപയോഗിക്കാം കേട്ടോ. അതിലും ചെയ്യാം. വെളിച്ചെണ്ണയാണ്. കേട്ടോ, കുളിക്കും ചെയ്യണം. അതെ. ഇത് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു പിടിച്ചോ. സ്നേഹോപഹാരം. ഒരു സമ്മാനം കൂടെ ഉണ്ട്, നമ്മുടെ കിൻഡർ മോക്സിന്റെ ഒരു ഉടുപ്പ്. ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ സ്റ്റൈലിഷ് ഗിഫ്റ്റ്. എല്ലാം ഈ കുട്ടികളുടെ കയ്യിൽ കൊള്ളുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അമൃതക്കുട്ട. ബൈ.